വയനാട്ടിലെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്ന ഒരു മാസ്ക് വെച്ച മലയാളിയായ പട്ടാളക്കാരന്റെ മുഖം ശരിക്കും ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അത് രാജ്യത്തിനായി സ്വന്തം മുഖം ബലി നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടേതായിരുന്നു. അതെ, ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ചത് ഇദ്ദേഹത്തെക്കുറിച്ചായിരുന്നു. കശ്മീരിലെ പുൽവാലയിൽ തീവ്രവാദികളെ കീഴ്പ്പെടുത്താനുള്ള ദൗത്യത്തിനിടയിലാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഗുരുതരമായ പരിക്കുകളേൽക്കുന്നത്. അദ്ദേഹം അമ്മ രാജലക്ഷ്മിയുടെ പേര് കൂടെ ചേർത്തത് കരുത്തിന്റെ പ്രതീകമായാണ്. ഒരു ജോലി ചെയ്യാനാണെങ്കിൽ മോൻ പട്ടാളത്തിൽ പോകേണ്ട കാര്യമില്ല, അത് രാജ്യസേവനത്തിനായിരിക്കണമെന്ന അമ്മയുടെ ഈ വാക്കുകൾ എന്നും ഓർക്കുന്നുണ്ട് ഋഷി. ഒരു വട്ടം പോലും കാണാൻ കഴിയാത്ത അത്ര ഭീകരമാണെന്നാണ് ഋഷിയുടെ പരിക്കേറ്റ മുഖം കണ്ട ഡോക്ടർമാർ പോലും അന്ന് പറഞ്ഞത്. തന്റെ പരിക്ക് കണ്ട ഞെട്ടി നിന്ന ഡോക്ടർമാർക്ക് നേരെ കൈ ഉയർത്തി തംസപ്പ് ചിഹ്നം കാണിച്ച് ആ ഡോക്ടർമാരെ പോലും ഞെട്ടിച്ചു കളഞ്ഞു ഋഷി. പിതാവ് വേണുപ്രസാദും മാതാവ് രാജലക്ഷ്മിയും സഹോദരൻ വിനായകും അടങ്ങുന്നതാണ് ഋഷിയുടെ കുടുംബം. പഠിക്കാൻ മിടുക്കനായിരുന്ന ഋഷി പഠനം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ സർക്കാർ ജോലിയിലും കയറി. ആലപ്പുഴയിൽ തന്നെ KSEBയിലായിരുന്നു ഋഷിക്ക് ആദ്യം ജോലി ലഭിക്കുന്നത്. പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി ലഭിച്ചു. പക്ഷേ സൈനികനാകണമെന്ന അടങ്ങാത്ത ആഗ്രഹമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ആർമിയിൽ എത്തിക്കുന്നത്. ഋഷിയുടെ മുഖം തകർത്തു കളഞ്ഞ ആ ദിവസം ഇങ്ങനെയായിരുന്നു. തെക്കൻ കാശ്മീരിലെ പുൽവാല ജില്ലയിലെ ത്രാൽ മേഖല. അവിടെ ഗ്രാമീണർക്കായി സജ്ജമാക്കിയിരുന്ന ഒരു മെഡിക്കൽ ക്യാമ്പിലായിരുന്നു അന്ന് ഋഷി ഉണ്ടായിരുന്നത്. തീവ്രവാദികൾ ഗ്രാമത്തിലെ ഒരു മരപ്പണിക്കാരന്റെ വീട്ടിൽ കയറിയിട്ടുണ്ടെന്നും അവരെ കീഴടക്കണമെന്നുള്ള ഉത്തരവ് മേജർ ഋഷിക്ക് തന്റെ മേലുദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചു. അങ്ങനെയാണ് ഉടൻ തന്നെ ആ ക്യാമ്പ് അവസാനിപ്പിച്ച് അദ്ദേഹം പുറപ്പെടുന്നത്. തുടർന്ന് ഋഷിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ത്രാളിലെത്തി. ഏറെ ഉയരത്തിലുള്ള 3 നില വീടായിരുന്നു അവരുടെ ലക്ഷ്യം. അതീവ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു അത്. പക്ഷേ പിന്മാറാൻ മേജർ ഋഷി തയ്യാറായിരുന്നില്ല. സമീപത്തുള്ള വീടുകളിലെ ആളുകളെയെല്ലാം അവർ ഒഴിപ്പിച്ചു. തുടർന്ന് വീട് വളഞ്ഞ സൈന്യം ഉടൻ തന്നെ തീവ്രവാദികളോട് കീഴടങ്ങാനായി ആവശ്യപ്പെട്ടു. എന്നാൽ അവർ അതിന് തയ്യാറായിരുന്നില്ല. തുടർന്ന് പട്ടാളം ആക്രമണം നടത്താൻ തുടങ്ങി. അതോടെ വീടിന്റെ ഒരു ഭാഗത്ത് തീ പടർന്നു പിടിച്ചു. എന്നാൽ തീവ്രവാദികളിൽ നിന്നും അപ്പോഴും പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് സ്ഫോടനം നടത്തി ആ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് ഋഷിയും കൂട്ടരുമെത്തി. അതിനായി വീടിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കണം. ആ ദൗത്യം ഋഷി തന്നെ സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് 10 കിലോഗ്രാമോളം IEDയുമായി അദ്ദേഹം വീടിനകത്തേക്ക് ചുവടുവെച്ചു. ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഋഷി ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. അകത്തെത്തിയ ഋഷി IEDകൾ സ്ഥാപിച്ചു. തുടർന്ന് തിരിച്ചു പോരാൻ നേരമാണ് പൊടുന്നനെ മുകൾ നിലയിൽ നിന്ന് വെടിയുണ്ടകൾ ഋഷിക്ക് നേരെ ചീറിപ്പാഞ്ഞെത്തുന്നത്. 3 വെടിയുണ്ടകളാണ് ഋഷിക്ക് നേരെ തീവ്രവാദികൾ ഉതിർത്തത്. ആദ്യ വെടിയുണ്ട ഹെൽമെറ്റിൽ തട്ടി തെറിക്കുകയായിരുന്നു. എന്നാൽ അടുത്തത് ഋഷിയുടെ മൂക്ക് തകർത്തുകൊണ്ടാണ് കടന്നുപോയത്. താടിയെല്ലുകൾ തകർത്തുകൊണ്ട് മറ്റൊരു വെടിയുണ്ടയും എത്തി. തുടർന്ന് മാംസം ചിതറി രക്തം പ്രവഹിച്ചു. മേജർ ഋഷിയുടെ മുഖം തകർന്നു. ആക്രമണത്തിന്റെ ശബ്ദം കേട്ട് മറ്റ് സൈനികർ അകത്തേക്കെത്തുന്നത് ആപത്താണെന്ന് ഋഷി മനസ്സിലാക്കി. ഉടൻ തന്നെ കൈവശമുള്ള AK-47 ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തുകയും തുടർന്ന് പുറത്തേക്ക് നീങ്ങുകയും ചെയ്തു. പിന്നീട് ത്രാലിൽ നിന്ന് 30 കിലോമീറ്റർ ഏറെ ദൂരം താണ്ടിയാണ് ഋഷിയുമായുള്ള ആംബുലൻസ് ശ്രീനഗറിലെ ആശുപത്രിയിലെത്തിയത്. തുടർന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് സൈന്യം ആ ദൗത്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. ആശുപത്രിയിൽ പിതാവ് വേണുപ്രസാദും മാതാവ് രാജലക്ഷ്മിയും സഹോദരൻ വിനായകും ഋഷിയുടെ ഭാര്യ അനുപമയും സദാസമയവും ഉണ്ടായിരുന്നു. സൈനിക ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ് ഋഷിയുടെ ഭാര്യ ക്യാപ്റ്റൻ അനുപമ. ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് ഗുരുതരമായി പരിക്കേറ്റിട്ടും തളർന്നു പോകാതെ ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കുമൊപ്പം അനുപമയും ഉണ്ടായിരുന്നു. 23ഓളം ശസ്ത്രക്രിയകൾക്കാണ് പിന്നീട് ഋഷി വിധേയനാകേണ്ടി വന്നത്. എന്നാൽ മുഖം പക്ഷേ പഴയതുപോലെ ആയതുമില്ല. അന്നു മുതലാണ് ഋഷി മുഖാവരണം ധരിച്ചു തുടങ്ങിയത്. വയനാട്ടിലെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുമ്പോഴും ധീരതയുടെ അടയാളമായി ആ മുഖാവരണം ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ മുഖത്തുണ്ട്. ആ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകിയാണ് രാജ്യം ഋഷിയെ ആദരിച്ചത്. എന്റെ രാജ്യമാണ് എനിക്ക് പ്രധാനം. നമ്മൾ നമ്മുടെ കുറവുകൾ മറച്ചുവെക്കുകയും കഴിവുകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യണം. ആ ജോലിയാണ് തന്റെ മുഖാവരണം ഇപ്പോൾ ചെയ്യുന്നത്. രാജ്യം ഹീറോയായി കാണുന്നുവെങ്കിലും തനിക്ക് ഇത്തരത്തിലൊരു പ്രത്യേകതയുമില്ല എന്നാണ് ഋഷി പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.